ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തുന്ന ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾക്ക് മറുപടിയുമായി BJP. ഹൈന്ദവ സമൂഹത്തെ ആക്രമികളായി ചിത്രീകരിക്കുകയും BJPയെ ന്യൂനപക്ഷ വിരുദ്ധരായി മുദ്രകുത്തുകയും ചെയ്തതിന് എതിരെയാണ് BJP രംഗത്തെത്തിയത്. 1967 മുതൽ BJP ഇതര ഭരണത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പട്ടികയുമായാണ് രാഹുലിൻ്റെ പ്രചാരണങ്ങളെ BJP തുറന്നു കാട്ടുന്നത്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റിങ്ങ് 2024 വരെ രാജ്യത്ത് കാര്യമായ വർഗീയ ലഹളകളോ അക്രമങ്ങളോ ഉണ്ടായിട്ടില്ല. മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടന വരെ തകർക്കുകയും ചെയ്ത മുൻകലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക ഏറ്റുമുട്ടലുകൾ മാത്രമാണ് ഈ കാലയളവിൽ ഉണ്ടായത്. 2020 ഡൽഹിയിലുണ്ടായ വർഗീയ കലാപത്തെ സർക്കാർ തന്ത്രപരമായി എങ്ങനെ നേരിട്ടു എന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന BJP ഇതര സർക്കാരുകൾ ഭരിച്ചിരുന്ന കാലത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നു. 1987 മെയ് 22 ഉത്തർപ്രദേശിലെ മീററ്റിന് സമീപമുള്ള ഹാഷിംപുരയിൽ 42 മുസ്ലിം യുവാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം കനാലിൽ തള്ളിയ സംഭവമുണ്ടായത് കോൺഗ്രസ് ഭരണകാലത്താണെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. കൂടാതെ 1962 മുതൽ 93 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കലാപങ്ങളിൽ 10,610 പേർക്ക് ജീവൻ നഷ്ടമായെന്നും ഇതെല്ലാം BJP ഇതര സർക്കാരിന്റെ കാലഘട്ടങ്ങളിലായിരുന്നുവെന്നും പട്ടിക സഹിതം വിവരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടതെന്ന രാഹുലിന്റെ പ്രചരണം കള്ളമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമിത് മാളവ്യയുടെ കുറിപ്പ്. അതേസമയം രാഹുലിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലാണെന്ന് നുണപ്രചരണം നടത്താതെ മറ്റു പോംവഴിയില്ലെന്നും അമിത് മാളവ്യ തുറന്നുകാട്ടി. ജനം, ഡൽഹി.